എല്ലാവർക്കും യു കെ എജുസോണിൻ്റെ കൊമേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിലെ ഓർഗനൈസിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മീനിങ്, അതോടൊപ്പം അതിൻ്റെ ഡിഫറൻറ്റ് സെൻസസ്, പിന്നീട് അതിൻ്റെ കോൺസെപ്റ്റ്, സ്റ്റെപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മുടെ എന്താണ് പ്ലാനിംഗ് എന്ന് പറഞ്ഞു. നമ്മൾ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണെന്ന് പറഞ്ഞാൽ എന്ത്? ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെക്കാനിസം ടു പുട്ട് പ്ലാൻ ഇൻ ടു ആക്ഷൻ. പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്ഷൻ ആക്കി മാറ്റുന്നതാണ് എന്ത്? ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ. പുട്ട് പ്ലാൻ ഇൻ ടു ആക്ഷൻ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പുട്ട് പ്ലാൻസ് ഇൻ ടു ആക്ഷൻ. അപ്പം എന്താണ് ഈ ഓർഗനൈസിംഗ് എന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മീനിങ് ഇപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഓർഗനൈസിങ് ഈസ് ദ പ്രോസസ് ഓഫ് എന്താണ്, എന്ത് പ്രോസസ്സാണെന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ഐഡൻറ്റിഫിക്കേഷൻ, അതോടൊപ്പം തന്നെ ഡിവിഷൻ ഓഫ് വർക്ക്, പിന്നീട് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, പല ഡിപ്പാർട്ട്മെൻറ്റുകളാക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് അസൈനിങ് ഡ്യൂട്ടീസ് എന്ത് ചെയ്യുക? ഏൽപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് അസൈനിങ് ഡ്യൂട്ടീസ്. ദെൻ ക്രിയേറ്റിംഗ് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇതാണെന്ന് പറഞ്ഞാൽ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് മീനിങ് ചോദിക്കുകയാണെങ്കിൽ ഓർഗനൈസിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ദെൻ ഡിവിഷൻ, ദെൻ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, അസൈനിങ് ഡ്യൂട്ടീസ് ആൻഡ് ക്രിയേറ്റിംഗ് ഹൈറാർക്കി എന്ന് പറയാം. ഓക്കെ, ഇതാണ് വളരെ സിമ്പിളായിട്ട് എന്താണ് ഓർഗനൈസിങ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് ഡിഫറൻറ്റ് സെൻസസ് ഓഫ് ഓർഗനൈസിങ് എന്നാണ്. ഇപ്പോൾ പല മേഖലയിലൂടെ പല രീതിയിൽ നമ്മൾ ഓർഗനൈസിങ്ങിനെ നോക്കിക്കാണുക എന്നാണ് ഡിഫറൻറ്റ് സെൻസസ് ഓഫ് ഓർഗനൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഓർഗനൈസിങ് എന്നുള്ളത് ഒരു സ്ട്രക്ചർ എന്ന രീതിയിൽ, ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഘടന എന്ന രീതിയിൽ. അപ്പം അതിൽ നമ്മൾ പറയാനുള്ളത് ഇറ്റ് റെഫേഴ്സ് ടു എ നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ഇൻഡിവിജ്വൽസ് ഇൻ ഓർഗനൈസേഷൻ. എന്താണ് നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ്? നെറ്റ്വർക്ക് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ് ഇൻ ദ ഓർഗനൈസേഷൻ ആണ് നമ്മളെന്ത് വിളിക്കുന്നത്? ഒരു സ്ട്രക്ചർ, ഒരു ഘടന എന്ന രീതിയിൽ ഓർഗനൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ സെൻസിൽ വരുന്ന രണ്ടാമത്തെയാണ് ഓർഗനൈസിങ് എന്നുള്ളത് ഒരു പ്രോസസ്സാണ് എന്നുള്ളത്, അല്ലേ? ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സാണ്. നമുക്കിതിനെ പറയാവുന്ന ബ്രിങ്ങിങ് ടുഗദർ ദ മെറ്റീരിയൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ഇഫക്റ്റീവ്ലി ടു അറ്റൈൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സാണ്. എന്ത് ചെയ്യുന്നു? ബ്രിങ്ങിങ് ടുഗദർ, എല്ലാം ഒന്നിച്ച് കൊണ്ടുവരുന്നു. എന്തൊക്കെയാണ് ഒന്നിച്ച് കൊണ്ടുവരുന്നത്? മെറ്റീരിയൽ ആസ് വെൽ ആസ് ദ ഹ്യൂമൻ റിസോഴ്സസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അറ്റൈൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതാണെന്ന് പറഞ്ഞാൽ എന്ത്? പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തതാണ് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം എന്ന രീതിയിൽ നമുക്ക് നോക്കിക്കാണാമെന്നാണ് പറയുന്നത്. ഓർഗനൈസിംഗ് എന്നൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും വളരെ ഇഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന, സ്പെസിഫിക് റോൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന, ഓരോ ഇൻഡിവിജ്വൽസിനെയും സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന, സ്പെസിഫിക് റോൾസ് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമായിട്ട് നമ്മളതിനെ കാണാം, ഓർഗനൈസിങ്ങിനെ കാണാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് എന്താണ് ഓർഗനൈസിംഗ് എന്നും അതോടൊപ്പം തന്നെ അതിൻ്റെ സെൻസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ വെച്ച് തന്നെയാണ് എന്താണ് കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസിങ് എന്നുള്ളത്. ഓക്കെ, കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമുക്കതിനെ പറയാം സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയാം. ഓക്കെ, എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ജസ്റ്റ് നേരത്തെ മീനിങ് പറഞ്ഞ എനിക്ക് ഓർമ്മയില്ലേ? അപ്പോൾ എന്താണ് നമ്മൾ മീനിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്? ഓർഗനൈസിങ് ഈസ് എന്താണ് പ്രോസസ് ഓഫ് എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെയാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത്. എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ? അതോടൊപ്പം തന്നെ എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളത്. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈർഡ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക, അതോടൊപ്പം തന്നെ വർക്കിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്തായിരിക്കും? വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഡിവിഷൻ ഓഫ് വർക്ക് എൻഹാൻസസ് വർക്ക് എഫിഷ്യൻസി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വർക്ക് എഫിഷ്യൻസി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ ഇറ്റ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ടൈംലി കംപ്ലീഷൻ ഓഫ് ഓർഗനൈസേഷണൽ വർക്ക് നമുക്ക് എഫിഷ്യൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഡിവിഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ള ഒന്നാമത്തെ പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ടാമത്തത്
രണ്ടാമത്തെയാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷനകത്ത് എന്താണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളാക്കുക, അല്ലെങ്കിൽ പല ഡിവിഷനാക്കുക, പല സെക്ഷൻസ് ആക്കുക, സിമിലർ ആക്ടിവിറ്റീസിനെ ഒന്നിച്ച് കൊണ്ടുവരിക, അങ്ങനെയുള്ളതൊക്കെ. ഇപ്പം പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ബന്ധപ്പെട്ടുള്ള എന്താണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ എന്താണ് ഒരു സിമിലർ ആക്ടിവിറ്റീസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അസൈനിങ് ഡ്യൂട്ടീസ് എന്നുള്ളത്. അപ്പോൾ എന്താണ് അസൈനിങ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഓരോ ഡ്യൂട്ടീസ് നമ്മളെന്ത് ഏൽപ്പിച്ച് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അസൈനിങ് ഡ്യൂട്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് റെസ്പോൺസിബിലിറ്റി ഓർഗനൈസേഷനകത്തുള്ള ഓരോ കാര്യങ്ങളും പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ പൊസിഷൻ്റെ അതിനൊക്കെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ ഡ്യൂട്ടീസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി, അദ്ദേഹത്തിൻ്റെ സ്കില്ല്, പൊസിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് അസൈൻ ഡ്യൂട്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നാലാമത്തെയാണ് ക്രിയേറ്റിംഗ് ഹൈറാർക്കി എന്നുള്ളത്. എന്താണ് ഈ ഹൈറാർക്കി എന്നുള്ളത്? ക്രിയേറ്റിംഗ് ഹൈറാർക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഒരു റിലേറ്റീവ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയാം. ഒരു അതോറിറ്റി അല്ലെങ്കിൽ എന്താണ് റിലേറ്റീവ് സ്റ്റാറ്റസ്, സുപ്പീരിയർ സബോർഡിനേറ്റായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പം അതിന് നമ്മളിപ്പം സ്കാലർച്ചി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, ഒരു പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ നമ്മൾ സ്കാലർച്ചി എന്നുള്ളൊരു കാര്യം പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഓർഗനൈസേഷനകത്ത് ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എന്താണ് ഒരു പ്രോപ്പറായിട്ടുള്ള സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ക്രിയേറ്റിംഗ് ഹൈറാർക്കി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും, മറ്റൊരാൾ അത് ഫോളോ ചെയ്യണം, അയാൾ അതിൻ്റെ താഴെ ആൾക്കാർക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കും, അങ്ങനെയുള്ള ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നാലാമത്തെ പ്രോസസ്സിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓർഗനൈസിങ് എന്താണ്, ഓർഗനൈസിങ്ങിൻ്റെ അതോടൊപ്പം തന്നെ സെൻസ്, പിന്നീട് കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസിങ് എന്നാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി കേട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.